തൃശ്ശൂരിൻ്റെ പൈതൃകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ചെറുപൂരത്തിൻ്റെ വെടിയും പുകയുമൊക്കെയായി ഈ ജനമുന്നേറ്റ യാത്രയ്ക്ക് ഇവിടെ സ്വീകരണം നൽകിയ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അഷ്റഫ് വടക്കൂട്ട്, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ജില്ലയുടെ സെക്രട്ടറി കെ വി നാസർ, ഈ സമുജ്വലമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം സഹീർ അബ്ബാസ്, ഈ ജാഥയുടെ ക്യാപ്റ്റനും ഈ ജനമുന്നേറ്റ യാത്ര മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളെപ്പറ്റി ഇവിടെ വളരെ പ്രൗഢോജ്വലമായ പ്രഭാഷണം നടത്തിയ ഞങ്ങളുടെ പാർട്ടിയെ ധീരമായി മുന്നോട്ട് നയിക്കുന്ന മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, ജാഥയുടെ നായകന്മാരായ പ്രിയപ്പെട്ട റോയി അറക്കൽ, പ്രിയപ്പെട്ട തുളസീധരൻ, ഈ വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ, പ്രവർത്തക സമിതി അംഗങ്ങളെ, ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയങ്കരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, തൃശ്ശൂരിൻ്റെ അഭിമാനമായ നീതിബോധമുള്ള മനുഷ്യരെ, നിങ്ങളെ ഏറ്റവും ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. തൃശ്ശൂര് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2019 ചിലർ തൃശ്ശൂർ എടുത്തു, 2024 ചിലർ തൃശ്ശൂർ എടുക്കാൻ അരിയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. തൃശ്ശൂര് രാജ്യമാകെ വളരെ പ്രയാസപ്പെട്ട് എടുക്കാൻ ശ്രമിച്ച് പത വന്നുകൊണ്ടിരിക്കുന്ന ചിലരുടെ രാഷ്ട്രീയം കൂടിയാണ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂര് ഈ രാജ്യത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയാവുകയാണ്. ഈ ജാഥ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഒരു കൂട്ടം മനുഷ്യർ തെരുവിൽ ഈ രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന അപകടകരമായ അവസ്ഥകളെ നമ്മളോട് തുറന്നു കാണിക്കാൻ നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൻ്റെ ബാക്കി പത്രമായാണ് ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടെ ഈ ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്ത് ഇന്ന് എല്ലാവരും ഏറെക്കുറെ സമ്മതിക്കും, അങ്ങ് ഡൽഹി മുതൽ ഡൽഹി ഭരിക്കുന്ന, പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിമാരടക്കം, അവരുടെ എംപിമാരടക്കം, മന്ത്രിമാരടക്കം, ഇങ്ങ് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരടക്കമുള്ള ആളുകളെ എത്ര കൃത്യമായി ജയിലിൽ അടച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ, വൈവിധ്യമാർന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആകെ തകർത്തുകൊണ്ട് രാജ്യത്തെ ഒരു കൃത്യമായ ഫാസിസ്റ്റ് രീതിയിലുള്ള രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തിന്റെ, സനാതനധർമ്മത്തിന്റെ ശ്രേണീവൽകൃതമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തിന് കീഴിലാണ് ഇന്ന് ഈ രാജ്യം. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഏറ്റവും അഭിമാനപൂർവ്വം ഓർക്കുകയാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ബാബറി മസ്ജിദിന്റെ ഒക്കെ തകർച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ രാജ്യത്തെ ഏറ്റവും കൃത്യമായി മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും ഈ രാജ്യം തന്നെയും തകർച്ചയിലേക്ക് പോകുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ടവരെ, ജാഥയും നിങ്ങളോട് പറയുന്നത് ഈ രാജ്യത്ത് അവര് ഉയർത്തിക്കാണിച്ച മുദ്രാവാക്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഈ ജനുവരി 22 പലർക്കും ബോധ്യമായ രീതിയിൽ ഇവിടെ പൂർത്തിയാവുകയാണ്. എത്ര പ്രവാചക തുല്യമായ ഗരിമയോടുകൂടിയാണ് ആ മനുഷ്യർ ഈ രാജ്യത്തിന് വരാൻ പോകുന്ന ഫാസിസത്തിനെ കുറിച്ച് ഈ രാജ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത് അതിൽ ഭാഗഭാക്കുകളായ നിലയിൽ നിങ്ങൾക്കും നമുക്കും എനിക്കുമൊക്കെ വളരെ അഭിമാനപൂർവ്വം ഈ ജനസമൂഹത്തെ, നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും അഭിമാനപൂർവ്വം സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഏറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സമൂഹമാണിത്, ഒരു പ്രസ്ഥാനങ്ങളാണിത്. ഈ അധികാരത്തെ നേർക്കുനേർ എതിർക്കുക എന്ന് പറയുന്നത് രാജ്യത്ത് വംശീയമായി രക്തപ്പുഴകൾ ഒഴുക്കിക്കൊണ്ട് ഈ രാജ്യത്ത് വംശീയമായും മതപരമായും ജാതീയമായും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അവർ അധികാരത്തിലെത്തുമ്പോൾ അവർ എത്രമാത്രം അതിനെ ഉപയോഗിക്കുമെന്നതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും ഇന്ന് ഈ രാജ്യത്ത് പ്രതിപക്ഷമടക്കം ജനങ്ങളടക്കം എല്ലാവർക്കും വളരെ ബോധ്യമാവുകയാണ്. ജനുവരി 22 ഡിസംബർ 6 ശേഷമുള്ള ഒരു ദിവസം മാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും, ഭരണഘടനാ സംവിധാനങ്ങളെയും എങ്ങനെ ദുരുപയോഗിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.
ജനുവരി 22 ഈ രാജ്യത്ത് രണ്ടു തരം മനുഷ്യർ രൂപപ്പെട്ടു. ഒന്ന്, അധികാരത്തെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ പൗരസമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അറിയാവുന്ന ഒരു കൂട്ടം മനുഷ്യരും, എന്നാൽ അധികാരത്തിന് കീഴടങ്ങിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിക്കാനോ ഇവിടുത്തെ ഒരു പഴഞ്ചൊല്ല് പോലെ മടിയിൽ കനമുള്ളതിൻ്റെയൊക്കെ പേരിൽ കൃത്യമായ രാജ്യത്തിന്റെ രാഷ്ട്രീയമോ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമോ ഏറ്റെടുക്കാത്ത ഒരു പൗരസമൂഹവും ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണണം. കാരണം അത്തരത്തിലൊരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഫാസിസത്തിന് അതിൻ്റെതായ കൃത്യമായ വഴികളുണ്ട്. അവരൊരു പൊതുബോധം സൃഷ്ടിക്കുക. BJP-കാരോ RSS-കാരോ മാത്രമല്ല RSS-ന്റെ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എത്രയോ MP-മാർ BJP വാഗ്ദാനം ചെയ്യുന്ന അധികാരമോ ഒരു ഇലക്ഷനിൽ BJP വാഗ്ദാനം ചെയ്യുന്ന വോട്ടോ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ ഐഡിയോളജിയെ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിനെതിരായി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഈ ജാഥ പ്രധാനമായും കടന്നു വരുന്നത്. നമ്മുടെ ഭരണഘടന ലോകത്ത് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തെ എഴുതി വെച്ച ഒരു ഭരണഘടനയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് മാത്രമാണ് അത്തരത്തിലൊരു ഭരണഘടനയുള്ളത്? കാരണം ഇന്ത്യയിൽ മാത്രമേ ജാതിയുള്ളൂ. അങ്ങനെ പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകളായി ഒരു വിഭാഗം മനുഷ്യർ, ഈ രാജ്യത്തിന്റെ 90% വരുന്ന അധസ്ഥിത പാർശ്വവൽകൃത മനുഷ്യരുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് അവർക്കൊരു മനുഷ്യരായി പോലും അവരെ പരിഗണിക്കാത്ത സനാതന ബ്രാഹ്മണ്യവാദികൾ, അവർ അടിച്ചമർത്തി വെച്ച ഒരു കൂട്ടം മനുഷ്യർക്ക് ഭരണഘടനയാണ്. കഴിഞ്ഞ 75 വർഷമായി ഈ രാജ്യത്ത് നമ്മുടെ ഭരണകർത്താക്കൾ നടപ്പാക്കിക്കൊണ്ടുവരുന്ന ഒരു ഭരണഘടനയിൽ ഏറ്റവും കൃത്യമായി സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാതി സംവരണമാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ട രാജ്യത്തിന്റെ വിഭവങ്ങളിലും അധികാരത്തിലും ഒന്നും പങ്കില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഏറെ കൃത്യമായി ഭരണഘടനാ ശില്പികൾ എഴുതി വെച്ച ജാതി സംവരണം പേർന്നൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. എന്നാൽ നോക്കുക, ഇന്ന് BJP അധികാരത്തിലെത്തിയതിനു ശേഷം അവർ മാത്രമായി നടപ്പാക്കിയൊന്നല്ല ജാതി സംവരണം എന്നത്. അതിന് കൈയടിച്ചു കൊടുക്കാൻ കോൺഗ്രസിന്റെ MP-മാരും പാർലമെന്റിലുണ്ടായിരുന്നു. ഇതിലേറെ വൈചിത്രമായത്, ഈ സാമ്പത്തിക സംവരണം ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം അത് കേരളമാണ്. ഈ ഭരണഘടനാ വിരുദ്ധമായ സാമ്പത്തിക സംവരണത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ കൃത്യമായ നിലപാടോടുകൂടി ഈ രാജ്യത്ത് ജാതി സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും രാജ്യത്തെ ഈ കേരളത്തിലെ MLA-മാർക്കടക്കം MP-മാർക്കടക്കം നിവേദനം കൊടുത്തുകൊണ്ട് സെൻസസിന് വേണ്ടി ആവശ്യമുന്നയിക്കുകയും ചെയ്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അഭിമാനപൂർവ്വം നമുക്ക് പറയാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. രാജ്യത്ത് നിരവധി ആളുകൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ട മന്ത്രിമാരും, ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹേമന്ത് സോറൻ എന്ന ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരു മുഖ്യമന്ത്രിയാണ്, അയാൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണമുണ്ട്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് UAPA ചുമത്തതിലൂടെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഈ കഴിഞ്ഞ ദിവസമാണ്. ആദിവാസിയായ അയാൾ BJP വെച്ച ഡിമാൻഡുകൾക്കൊന്നും വഴങ്ങാതെ അഭിമാനപൂർവ്വം ജയിലിലേക്ക് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ നിരവധിയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അധികാരമുള്ളതും ഇല്ലാത്തതുമായ ആളുകളൊക്കെ ജയിലിലാണ്. ഫാസിസം അങ്ങനെയാണ്. അവർ എതിരാളികളില്ലാത്ത ഒരു സംവിധാനമാണ് ആഗ്രഹിക്കുന്നത്. ബാബറി മസ്ജിദിന്റെ തകർച്ച, പലരും പറഞ്ഞു ബാബറി പള്ളി വിട്ടുകൊടുത്താൽ തീരുന്നൊരു പ്രശ്നമാണ്. എന്നാൽ ഓർക്കുക, ഫാസിസം അങ്ങനെ ഒരു ആവശ്യത്തിലും അവസാനിപ്പിക്കുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ മേൽവസ്ത്രം ആവശ്യപ്പെടുമ്പോൾ എളുപ്പമാണ് കൊടുക്കാൻ, അടിവസ്ത്രമുള്ളത് കൊണ്ട്. പക്ഷേ അത് നിങ്ങളുടെ അടിവസ്ത്രത്തിൽ അതിൻ്റെ ആവശ്യത്തെ അവസാനിപ്പിക്കില്ല. നിങ്ങളുടെ നട്ടെല്ല് ഊരിയെടുത്താലും അത് അവസാനിപ്പിക്കില്ല. എഴഞ്ഞു പോകുന്ന നിങ്ങളുടെ ശരീരത്തിൽ അത് ആധിപത്യം സ്ഥാപിക്കുക തന്നെ ചെയ്യും. അതാണ് ലോകത്തിന്റെ ചരിത്രം മുഴുവൻ പറയുന്നത്. അതൊക്കെ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ബാബറി പള്ളിക്ക് ശേഷം നിരവധിയായ 3000-ഓളം ദേവാലയങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഈ രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ പൗരാണികമായ ഇവിടുത്തെ ബിഷപ്പ് പറഞ്ഞത് 1000-ഓളം കൊല്ലം പഴക്കമുണ്ടെന്നാണ് പാലയൂർ പള്ളി. ഞാനൊക്കെ വിശ്വസിക്കുന്നത് തോമാശ്ലീഹ ഇവിടെ വന്ന് സ്ഥാപിച്ച ഒരു ആരാധനാലയമാണെന്നാണ്.
പക്ഷേ ഈ പാലയൂർ പള്ളിയിൽ വിഗ്രഹമുണ്ടെന്നോ പണ്ടൊരു ക്ഷേത്രമുണ്ടെന്നോ ഒക്കെ ഇവിടെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞപ്പോൾ ബിഷപ്പ് പറഞ്ഞു ചരിത്രം പഠിക്കണമെന്ന്. എനിക്ക് ബിഷപ്പിനോട് പറയാനുള്ളത്, ചരിത്രമല്ല പഠിക്കേണ്ടത്, രാഷ്ട്രീയമാണ് പഠിക്കേണ്ടത്. ഇത് രാഷ്ട്രീയം മാത്രമാണ്, അത് ചരിത്രമുണ്ടായിട്ടോ ഇതിന് കീഴെ ക്ഷേത്രമുണ്ടായിട്ടോ അല്ലെങ്കിൽ പഴയ ക്ഷേത്രങ്ങളെല്ലാം ഇങ്ങനെ പുനരുദ്ധിച്ചെടുക്കുന്നതാണ് വിശ്വാസമെന്നോ ചരിത്രമെന്നോ ഒന്നുമല്ല. ചരിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിട്ട് ഭൂകമ്പങ്ങളിൽ തകർന്നു പോയിട്ടുള്ള എത്രയോ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉണ്ട്, ദേവാലയങ്ങളുണ്ട്. അതൊക്കെ എല്ലാ കാലവും ഇങ്ങനെ പുനരുദ്ധരിച്ചെടുക്കുന്നല്ലോ ആരുടെയും പണി. പക്ഷെ ഇത് രാഷ്ട്രീയമാണ്. ഞങ്ങൾ ഈ യാത്രയുമായി സഞ്ചരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ യാത്രയിൽ 3 ക്രിസ്ത്യാനികളുണ്ട്. പ്രിയപ്പെട്ട റോയി അറക്കൽ, ജോൺസൺ കണ്ടച്ചിറ, ഞാൻ. അപ്പോൾ സൗകര്യം കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ ഞങ്ങൾ പള്ളികളിലൊക്കെ പോകാറുണ്ട്. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ ഒരു പള്ളിയിൽ പോയി ഒരു അച്ഛനോട് സംസാരിച്ചു, ഇവിടെ അടുത്താണ്. അദ്ദേഹം സംഘപരിവാറിന് വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരാളാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. അത്ര കൃത്യമായിട്ടാണ് സംഘപരിവാറിനേക്കാൾ വ്യക്തമായിട്ട് അവരുടെ രാഷ്ട്രീയം ഇങ്ങോട്ട് പറയുന്നത്. അയാൾ ഹാദിയ സോഫിയയെ കുറിച്ചാണ് പറയുന്നത്. ഞാനത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ ക്രിസ്ത്യാനികളുടെ അംഗസംഖ്യ കുറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പല ക്രിസ്ത്യൻ ദേവാലയങ്ങളും ബാറുകളായി കൺവെർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ലോകത്ത്. ഞാന് തൃശ്ശൂർ അതിരൂപതയെ ഒരു തുറന്ന വേദിയിൽ ഒരു സംവാദത്തിന് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് അഭിമാനമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് പ്രസിഡന്റിനെ വിളിച്ചാൽ മതി. തുറന്ന വേദിയിൽ. പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏകദൈവ ആരാധന വിലക്കപ്പെടുകയാണ്. ബ്രാഹ്മണ്യ സനാതനവാദികൾക്ക് ഏകദൈവ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ പ്രത്യയശാസ്ത്രം അനുവദിക്കില്ല. അവർ ശ്രേണീബദ്ധമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ് തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും ചെറിയ ശതമാനം, 10% താഴെ വരുന്ന വരേണ്യർക്ക് വേണ്ടി ബാക്കിയുള്ള 90% മനുഷ്യരെയും അടിമപ്പെടുത്തുക എന്ന കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണ് അവർക്കുള്ളത്. അവരൊരിക്കലും എല്ലാവരെയും സൃഷ്ടിച്ച ഒരു ദൈവത്തെയും ആ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരെയും അംഗീകരിക്കില്ല. അവരുടെ പ്രത്യയശാസ്ത്രത്തിന് അതോടെ നിലനിൽപ്പില്ലാതാകും. കാരണം ഈ 90% വരുന്ന മനുഷ്യർ സാമാന്യമായ വിവേചനമില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുകയും അവര് ഈ ഏകദൈവ വിശ്വാസത്തിലേക്ക്, തുല്യത പറയുന്ന മതങ്ങളിലേക്ക് കടന്നു വരും. ഇന്ത്യയുടെ ചരിത്രവും അതാണ്. അതുകൊണ്ടാണ് കൃത്യമായി മനസ്സിലാക്കണം, ഏകദൈവ വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ ഈ രാജ്യത്ത് തുടർച്ചയായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ ഒരു 10% ക്രൈസ്തവ പുരോഹിതർക്കും മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. കാരണം അവനവന് വേണ്ടി വരുമ്പോൾ മാത്രമല്ല, അവരന്റെ നീതിക്ക് വേണ്ടി 28,430 തുള്ളി രക്തം ചിന്തി, അവസാനത്തുള്ളി രക്തം ചിന്തി മരിച്ചുപോയ ഒരു ദൈവമാണ് ക്രിസ്തു. അവനവന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ആ ക്രിസ്തുവിനെ ആരാധിക്കുകയും ആ ക്രിസ്തുവിന്റെ പേരിൽ സഭകൾ ഉണ്ടാക്കുകയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് നീതി എന്ന് പറയുന്ന 2 വാക്കുകൾ മറന്നുപോകുന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. 10% വൈദികരും ഏതാണ്ട് 70% വരുന്ന അൽമായരും സാധാരണ ക്രൈസ്തവരും നീതിബോധമുള്ളവരാണ്. എന്നാൽ സഭയുടെ സ്ഥാപനങ്ങളിലേക്ക് ഒരു ഇടി കടന്നു വരാതിരിക്കണം. സഭയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വളരെ കൃത്യമായും മറച്ചു പിടിക്കണം. ഈ കള്ളപ്പണം വരുന്നതിന് നിങ്ങൾക്കറിയാം, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് സഭ. ഒരു ഇലക്ഷൻ കാലത്ത് ഈ നിലപാടിങ്ങനെ വിളിച്ചു പറയുന്നത് അത്ര ശരിയല്ലെങ്കിലും ഞങ്ങൾക്കിതൊക്കെ അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സഭയുടെ സ്ഥാപനങ്ങളിൽ വലിയ കോഴ വാങ്ങിയിട്ടാണ് നിയമനം നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളെ ലക്ഷക്കണക്കിന് 50, 60, 70 ലക്ഷം രൂപ കൊടുത്ത് ഇപ്പൊ കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് മുഴുവൻ ബ്ലാക്ക് മണിയാണ്. ഇതൊരിക്കലും അക്കൗണ്ടിൽ സ്വീകരിക്കാൻ സാധിക്കില്ല. വീണാ വിജയനെ പറ്റിയ ഒരു അബദ്ധമായി. അതുകൊണ്ട് അത്തരത്തിൽ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കായ രൂപ സ്വീകരിക്കുകയും അതൊക്കെ അങ്ങനെ ഇരിക്കുക, അക്കൗണ്ടിൽ അല്ലാതെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതൊരു റെയ്ഡൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതിന് ഇസ്ലാമോഫോബിയ പരത്തുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കലല്ല മറുപടി.
ജാഥ മുന്നോട്ട് വയ്ക്കുന്നത് ഈ രാജ്യത്ത് വിവേചനമില്ലാത്ത ജീവിതമാണ്. അത് ഈ രാജ്യത്തെ അധസ്ഥിതരെന്നോ മാറ്റി നിർത്തപ്പെടുന്നവരെന്നോ ഇല്ലാതെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒന്നാണ്. ഞാൻ ഈ ഏകദൈവ വിശ്വാസം ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, ഇന്ത്യയിൽ തകർക്കപ്പെട്ട ദേവാലയങ്ങളിൽ ഏറിയ കൂറും ക്രൈസ്തവ ദേവാലയങ്ങളാണ്. നട്ടലില്ലാത്ത മനുഷ്യരായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിൽ കർണാടകയിൽ മാത്രമല്ല, ഉത്തർപ്രദേശിൽ മാത്രമല്ല, ജാർഖണ്ഡിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിൽ എമ്പാടും വടക്കേ ഇന്ത്യയിൽ എമ്പാടും തകർക്കപ്പെടുന്ന ദേവാലയങ്ങൾ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ്. എന്നാൽ അധികാരത്തിന് മുന്നിൽ കീഴ്പ്പെട്ടുകൊണ്ട് രാജ്യത്ത് നീതിക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നവർ അവരുടെ ദൈവവിശ്വാസം ഏത് തരത്തിലുള്ളതാണെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുക. ഈ രാജ്യത്ത് ദാരിദ്ര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സാമ്രാജ്യത്വ കൊളോണിയൽ ശക്തികളാണ് ഇസ്ലാമോഫോബിയയുടെ വലിയ പ്രചാരകരായി ലോകം മുഴുവനുള്ളത്. അവർക്ക് വലിയ ഗീബൽസിയൻ ടെക്നോളജിയൊക്കെ ഉണ്ട്. അവരിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറെ കേൾക്കുമ്പോൾ കുറെ ഏറെ ആകുമ്പോൾ ആളുകളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, അത് ശരിയാണെന്ന് ധരിക്കും. അത്തരത്തിൽ ഒരു തെറ്റായ ആശയങ്ങൾ പറയുകയും തെറ്റായ ശത്രുവിനെ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കലാണ് ഈ സാമ്രാജ്യത്വ ശക്തികളുടെ പണി. അവരുടെ ഇന്ത്യയിലെ രൂപമാണ് RSS. അവര് 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറയും. മോഡിയുടെ ഗ്യാരണ്ടിയാണ്. 110 രൂപയാണ് ഇന്ന് പെട്രോളിന്റെ വില, അല്ലെ 8 ആ രീതിയിൽ കൊള്ളയടിക്കുന്ന പണം മുഴുവൻ അവർ കോർപ്പറേറ്റുകൾക്ക് രാജ്യത്ത് ബഡ്ജറ്റിലൂടെയും അല്ലാതെയും കോർപ്പറേറ്റ് ടാക്സിന്റെ ഇളവുകളിലൂടെയും അല്ലാതെയുള്ള ഇളവുകളിലൂടെയും ഈ കോർപ്പറേറ്റുകൾക്ക് വിതരണം ചെയ്യും. ഈ രാജ്യത്ത് നമുക്കറിയാം നോട്ട് നിരോധനം. ഞാൻ ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഈ രാജ്യത്തെ നോട്ട് നിരോധനം നമുക്കറിയാം. മനുഷ്യരുടെ കയ്യിലുള്ള പൈസ മുഴുവൻ മാറാൻ വേണ്ടി ബാങ്കിലേക്ക് ചെല്ലുന്നു. ഈ പണം മുഴുവൻ അക്കൗണ്ടുകളാകുന്നു. ഈ പണം എത്രയോ കോർപ്പറേറ്റുകളാണ് ലോണുകളായി അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നത്. എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുന്നുണ്ടോ ഈ രാജ്യത്ത്? ഇല്ല. 35,000 കോടി രൂപയാണ് നമ്മുടെ രാജ്യത്ത് മിനിമം ബാലൻസ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സാധാരണ മനുഷ്യരുടെ കയ്യിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടു പോയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ രാജ്യത്തിന്റെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കുകയും ക്ഷേത്രങ്ങളും പള്ളികളും അമ്പലങ്ങളും ഒക്കെ മുദ്രാവാക്യങ്ങളാകുകയും 100 കോടി ദൈവങ്ങളുടെ ലിംഗങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ ഇങ്ങനെ തുരന്നു ചെന്ന് കണ്ടെത്തുകയും അവയുടെ പേരിൽ നിർമ്മിതികൾ തകർക്കുകയും മനുഷ്യരെ ചിതറിക്കുകയും ചിഹ്നിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ഈ തൃശ്ശൂരിന്റെ മണ്ണിലും അടിയറ ഉറയിപ്പിക്കുവാൻ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയത്തോടെ നീതിബോധത്തോടെ ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മൾ നിൽക്കുന്ന ഈ മണ്ണ് അത് നമ്മുടേതാണ്. ഈ രാജ്യം നമ്മുടേതാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പോരാടി നേടിയ അവകാശമാണ് നമ്മുടെ പൗരത്വം എന്നുള്ളത് കൊണ്ട് ഏറ്റവും കൃത്യമായ ബോധ്യത്തോടെ മുല കൊടുക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാതിലേക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ പകർന്നു കൊടുത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് ഈ രാജ്യത്തെ വീണ്ടെടുക്കാം. ഈ ജാഥയുടെ സന്ദേശം രാജ്യത്തെ വീണ്ടെടുക്കലാണ്. അത് മുഴുവൻ ആളുകൾക്കും പകർന്നു കൊടുത്തുകൊണ്ട് പുതിയ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിക്കാം. നിങ്ങളെ മുഴുവനായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഭീം, ജയ് സോഷ്യൽ ഡെമോക്രസി.